ഓക്കെ, അപ്പൊ നമ്മുടെ ക്യൂട്ടിയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിപ്പോ പ്രോബബിലിറ്റിയുടെ ഭാഗമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രോബബിലിറ്റിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗവും അതുപോലെ തന്നെ രണ്ടാമത് കോമ്പിനേഷൻ വരുന്ന പാർട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഒറ്റ മിനിറ്റ്. എറർ വന്നുപോയി. ഇപ്പൊ കാണുന്നുണ്ടോ? പ്രോബബിലിറ്റി എന്നുള്ള ഉണ്ടോ? എല്ലാരും നോക്കിയേ, റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, റെഡി. എന്റെ വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനേ ഇതുവരെ ഞാൻ ലാപ്പിലായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. ഇന്ന് ലാപ്പിന് എന്തോ ചെറിയ പണി മുടക്കുണ്ട്. ഇവരിനോട് തെറ്റിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഫോണിലാണ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. നമുക്ക് അടുത്ത ബയസ് തിയറം ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത് നമുക്ക് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ബയസ് തിയറം തന്നെയാണ് ഒന്ന് രണ്ടു വട്ടം വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ലോജിക് ഒന്ന് പറയാണ്. നമ്മള് ഒരു സംഭവം, ഒരു ഇവന്റ് നടക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിൽ യഥാർത്ഥ കാരണത്തെ കുറിച്ച് പഠിക്കുന്നത്, യഥാർത്ഥ കോസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ബയസ് തിയറം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോ എക്സാം എഴുതിയൊരു കുട്ടി എക്സാമിന് തോറ്റു. നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഈ തോൽക്കാനുണ്ടായ കാരണം. അപ്പൊ കുട്ടികളൊക്കെ ഓരോരുത്തർ ആ കുട്ടി ഒരുപാട് റീസൺസ് പറയണം. ഒന്ന്, എക്സാം ഹാളിൽ വന്ന ടീച്ചർ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അത് ഒന്നിനും അയച്ചില്ല. രണ്ടാമത്തെ റീസണ് എന്റെ അടുത്തിരിക്കണവനൊന്നും ഒരു അന്തം ഇല്ലാത്തവനായിരുന്നു, ഓനെ നോക്കൂല കേട്ടാ. എന്റെ അടുത്തിരിക്കണവനൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവനായിരുന്നു, അപ്പൊ ഓണ്ടിയിലൊന്നും നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ മൂന്നാമത്തേത്, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫ് ആയിരുന്നു, ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ നാലാമത്തത്, ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടില്ല, ക്ലാസ് ഒന്നും മര്യാദക്ക് കേട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ 4-5 റീസൺസ് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും കോർ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചിട്ടില്ല എന്നാണ്. അപ്പോ ഒരു ഇവന്റ് സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതിൽ യഥാർത്ഥ കാരണത്തെ കണ്ടെത്തുന്നതിനെ, യഥാർത്ഥ കോസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബയസ് തിയറം അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ നോട്ട് ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ആൻ ഇവന്റ് ഹാസ് ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കോസസ്. അല്ലെ, ഒരു ഇവന്റ് സംഭവിക്കാൻ ഒരുപാട് കാരണമുണ്ട്. ഇപ്പൊ നമ്മള് പ്രളയം അല്ലെ ഒരു ഇവന്റ് ആണ്. ഒരു പക്ഷെ നമ്മൾ കേരളം ഇനി അടുത്തൊരു പ്രളയത്തിലേക്ക് നീങ്ങുന്ന ഒരു സൂചനകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ പ്രളയം എന്ന് പറയുന്ന ഒരു ഒരു ഇവന്റ് ആണ്. ആ ഇവന്റ് സംഭവിക്കാൻ ഒരുപാട് കാരണമുണ്ട്. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത്, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിലൊരു യഥാർത്ഥ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മഴ ആയി വന്നതായിരിക്കാം, മഴ നേരത്തെ വന്നതായിരിക്കാം. എനിവേ, അപ്പൊ ഏത് ഇവന്റിനും സെവറൽ കോസസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ദെൻ വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ കോസ്. അതിൽ ഏതെങ്കിലും യഥാർത്ഥ കാരണത്തെ, കറക്റ്റ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള, കോർ ആയിട്ടുള്ള യഥാർത്ഥ കാരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. വിച്ച് റിയലി അഫക്ട് ദ ഇവന്റ്. ആ കാരണമാണ് യഥാർത്ഥത്തിൽ ആ ഇവന്റിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്. അല്ലെ, ഇപ്പൊ കുട്ടി പഠിക്കാത്ത ഒരുപാട് കാരണമുണ്ട്, പക്ഷെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവൻ പഠിച്ചില്ല എന്നാണ്. അവൻ തോൽക്കാണ്ടായിരുന്ന ഒരുപാട് കാരണത്തിൽ യഥാർത്ഥ കാരണം അവൻ പഠിച്ചില്ല എന്നാണ്. അപ്പോ ഒരു ഇവന്റ് സംഭവിക്കാൻ ഒരുപാട് കാരണമുണ്ട്, പക്ഷെ ആ ഒരുപാട് കാരണത്തിൽ നിന്നും യഥാർത്ഥ കാരണത്തെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബയസ് തിയറം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് ഇതിൽ പറഞ്ഞേ. ക്ലിയർ ആണ്. ഓക്കെ, സെറ്റ്. ഇനി ബയസ് തിയറത്തിൽ പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇത് കാണാറില്ല. പക്ഷെ ഇതിന് കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേക്ക് ഷുവർ ആയിട്ട് ചോദിച്ചിരുന്ന ഒരു സിമ്പിൾ ഭാഗമാണ് ബയസ് തിയറം.
പക്ഷെ ഇപ്പൊ റീസൺ ആയിട്ട് അത് ചോദിക്കാറില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതിൽ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നോക്കാം, ഇതില് നമുക്ക് 2 ഇവന്റ് തരും, അതിന്റെ റീസൺസും തരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് നോക്കിയേ. ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഡോക്ടർ വിൽ ഡയഗ്നോസ് എ പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റ്ലി 0.6. ഒരു ഡോക്ടർ ഒരു അസുഖത്തെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ, തിരിച്ചറിയാനുള്ള സാധ്യത 0.6 ആണ്. അപ്പോൾ ഒരു ഡോക്ടർ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, അയാള് ആ ഒരു രോഗത്തെ ഐഡന്റിഫൈ ചെയ്യാൻ യഥാർത്ഥ റീസൺ, യഥാർത്ഥ വിൽ ഡയഗ്നോസ് എ പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റ് ആയിട്ട് ആ രോഗത്തെ തിരിച്ചറിയാനുള്ള പ്രോബബിലിറ്റി 0.6 ആണ്. വീണ്ടും പറയാണ്, ദ പ്രോബിലിറ്റി ദാറ്റ് ദ പേഷ്യന്റ് വിൽ ഡൈ ബൈ ഹിസ് ട്രീറ്റ്മെന്റ് ആഫ്റ്റർ കറക്റ്റ് ഡയഗ്നോസ്. അങ്ങനെ കൃത്യമായിട്ട് അയാൾ ഡയഗ്നോസ് ചെയ്തു, രോഗം തിരിച്ചറിഞ്ഞു, എന്നിട്ട് അയാൾ ട്രീറ്റ് ചെയ്തു, എന്നാൽ അയാൾ തട്ടിപ്പോകാനുള്ള സാധ്യത, മരിക്കാനുള്ള സാധ്യത 0.4 ആണ്. അപ്പൊ നോക്കിയേ ഞാൻ ഇവിടെ എഴുതണ്ടേ, കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 കേട്ടോ. അങ്ങനെ ഡയഗ്നോസ് ചെയ്താലും അയാൾ തട്ടിപ്പോവാനുള്ള സാധ്യത 0.4. അതവിടെ എഴുതുന്ന കറക്റ്റ് അല്ല, നോക്കട്ടോ. ഞാൻ ഇവിടെ എഴുതണ്ടേ, കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6. വിരലോണ്ട് എഴുതുന്നോണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. അങ്ങനെ കറക്റ്റ് ഡയഗ്നോസ് ചെയ്താലും അയാൾ തട്ടിപ്പോവാനുള്ള സാധ്യത 0.4. കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് മരുന്ന് കൊടുത്തു, പക്ഷെ എന്നാലും അയാൾ മരിക്കാനുള്ള സാധ്യത 0.4. ഞാൻ ഈ സൈഡിൽ എഴുതുന്ന കാണുന്നില്ലേ, 0.6ഉം 0.4 ഒക്കെ കാണുന്നില്ലേ? റെഡി അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി വീണ്ടും പറയാണ്, എവിടെത്തി? 0.4. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത്സ് ബൈ റോങ് ഡയഗ്നോസിസ് ഈസ് 0.7. അപ്പോ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 ആണ്. നോക്കി കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 ആണ്. അപ്പൊ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്ര? അതിന്റെ ബാക്കി എത്ര വരും എന്ന് പറയാൻ പറ്റും? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മളൊന്ന് അസ്യൂം ചെയ്യണം. അതായത് ഒരു ഡോക്ടർ ഒരു രോഗിനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്ര? അതിന്റെ ബാക്കി. യെസ്, 0.4. അതായത് 1. ആ നമ്പർ ഓർത്ത് വെക്കുക, 1 അല്ലെ. 0.6ഉം 0.4ഉം കൂടെ കൂട്ടിയത് 1 ആണ്. ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു ഡോക്ടർ ഒരു രോഗിനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.8 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്ര ഒന്ന് പറയാൻ പറ്റുമോ? 0.2. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡോക്ടർ തെറ്റായിട്ട് ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.3 ആണ്. 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? 0.7. യെസ്, ആ ഒരു ലോജിക്കാണ് ഇതിനുള്ളത് കേട്ടോ. അത് കൃത്യമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. ഇത് 2 ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യേ. ആരുടെയോ ഫോൺ മ്യൂട്ട് അല്ല. ഓക്കെ, അപ്പോ വീണ്ടും പറയാണ്, ഒരു ഡോക്ടർ രോഗിയെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 ആണ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്താലോ അയാൾ തട്ടിപ്പോകാനുള്ള സാധ്യത 0.4 ആണ്. ദെൻ വീണ്ടും പറയാണ്, ഒരു ഡോക്ടർ കൃത്യമായിട്ടല്ലാണ്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.4 ആണ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്താൽ, എന്തായാലും രോഗം തെറ്റായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്, അങ്ങനെ എന്നിട്ട് അയാൾ ട്രീറ്റ് ചെയ്യാൻ അയാൾ തട്ടിപ്പോകാനുള്ള സാധ്യത 0.7 ആണ്. ഈ 2 സാധനത്തിൽ നിന്ന് എഴുതിയിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇത് ഇനി ആൻസർ ഉടനെ നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ 0.6, 0.4, 0.4, 0.7. ഇനി പറയാണ്, എ പേഷ്യന്റ് ഓഫ് ദ ഡോക്ടർ ഹു ഹാഡ് ഡിസീസ് ഡൈഡ്. അങ്ങനെ നമ്മൾ ഒരു പേഷ്യന്റിനെ എടുത്തു, അയാൾ തട്ടിപ്പോയി. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിനെ എടുത്തു, അയാൾ തട്ടിപ്പോയി. വാട്ട് ദ പ്രോബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ്, അതിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്. അയാളെ കറക്റ്റ് അല്ലാതെ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്ര? നോട്ട് കറക്റ്റ്ലി, അത് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്, കറക്റ്റ് അല്ലാതെ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളോട് എന്താണോ ചോദിച്ചത് ആ ചോദിച്ചതിനെയും അതിന്റെ റീസണെയും മുകളിൽ എഴുതുക. ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചോളി. ചോദിച്ചത് നോട്ട് കറക്റ്റ്ലി എന്നാണ് അല്ലെ. നോട്ട് കറക്റ്റ്ലി, നമ്മളൊരു പേഷ്യന്റിനെ എടുത്തു, അയാൾ തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോ അയാളെ നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്, കറക്റ്റ്ലി അല്ലാതെ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അത് എത്രയാണെന്ന് പറഞ്ഞാണേ? നോട്ട് കറക്റ്റ്ലി എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.4.
യെസ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി നോക്കി, ഞാൻ ഇടതുഭാഗത്ത് എഴുതുന്നുണ്ട് 0.4 ഇൻറ്റു അതിന്റെ റീസൺ അല്ലെ, നമ്മൾ കാരണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അഥവാ കറക്റ്റ് അല്ലാണ്ട് ഡയഗ്നോസ് ചെയ്യാൻ അയാൾ തട്ടിപ്പോവാനുള്ള കാരണം എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 0.4 0.7 0.4 ഇൻറ്റു 0.7 0.4 ഇൻറ്റു 0.7. മുകളിൽ അപ്പൊ എന്ത് എഴുതണം? എന്താണോ നമ്മളോട് ചോദിച്ചത് അത്. അപ്പൊ ഇവിടെ ചോദിച്ചത് നോട്ട് ഡയഗ്നോസ്ഡ് എന്നാണ്. അപ്പൊ അതിന്റെ സാധ്യത 0.4 ആണ്. അപ്പൊ 0.4 ഇൻറ്റു 0.7 എന്ന് ഞാൻ മുകളിൽ എഴുതി. ഇനി താഴെ എഴുതേണ്ടത് കംപ്ലീറ്റ് എല്ലാ കോസുകളും അതിന്റെ റീസൺസ് എഴുതണം. അതായത് ഓൾറെഡി ഞാൻ എഴുതിയത് വീണ്ടും എഴുതാണ് 0.4 ഇൻറ്റു 0.7 അത് ഓൾറെഡി എഴുതണം. 0.4 ഇൻറ്റു 0.7 പ്ലസ് അടുത്തതും എഴുതണം 0.6 ഇൻറ്റു 0.4 അതും എഴുതണം. അതായത് താഴെ ഫുൾ എഴുതണം. ഇനിയിപ്പോ മൂന്നാമത്തെ ഒന്നും കൂടെ ഉണ്ടെങ്കിൽ അതും എഴുതണം. നോക്കി. അപ്പൊ മുകളിൽ എഴുതേണ്ടത് 0.4 ഇൻറ്റു 0.7 കാരണം ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 0.4 ഇൻറ്റു 0.7. താഴെ എന്ത് ചെയ്യണം? ആ 0.4 ഇൻറ്റു 0.7 ഓൾറെഡി എഴുതണം. അതോടൊപ്പം തന്നെ അടുത്ത റീസണും കൂടെ ഉണ്ട്, അതും കൂടെ അതിൽ എഴുതണം. ജസ്റ്റ് മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. ഹലോ, എന്റെ വോയിസ് ക്ലിയർ ആണോ? നോക്കാം, നമ്മളോട് ചോദിച്ചത് എന്താണോ അതിനെ നമ്മൾ മുകളിൽ എഴുതുക 0.4 ഇൻറ്റു 0.7 ചോദിച്ചതും അതിന്റെ റീസണും. താഴെ കംപ്ലീറ്റ് എഴുതണം. 0.4 ഇൻറ്റു 0.7 ഓൾറെഡി എഴുതണം. അതോടൊപ്പം തന്നെ 0.6 ഇൻറ്റു 0.4 എഴുതണം. ഇനി ജസ്റ്റ് അത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. 0.4 ഇൻറ്റു 0.7 0.28. താഴെ 0.4 ഇൻറ്റു 0.7 0.28 അതിൽ മാറ്റമില്ല. പിന്നെ 0.6 ഇൻറ്റു 0.4 0.24 എന്ന് വരും. ദെൻ ഇത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ 0.28 ഡിവൈഡ് ബൈ 0.52 എന്ന് വരും. അപ്പൊ ഫൈനൽ ആൻസർ 0.54 എന്ന് വരും. ഇങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഈ ഒരു സാധനമാണ് 0.6 ഇൻറ്റു 0.4 എങ്ങനെ കിട്ടിയോന്ന് പറഞ്ഞുതരുമോ? യെസ്, അതായത് നമ്മളോട് ചോദിച്ച രണ്ട് കാരണങ്ങൾ നമ്മൾ എടുക്കണം കേട്ടോ. നോക്കുക, നമ്മളോട് ഈ ഒരു സാധനം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്ത് എഴുതണം. കറക്റ്റ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.6 ആണ്. അങ്ങനെ ഡയഗ്നോസ് ചെയ്താൽ അയാൾ തട്ടിപ്പോകാനുള്ള സാധ്യത 0.4 ആണ്. ഇതാണ് ഒരു ഇവന്റും അതിന്റെ റീസണും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ടുണ്ടാവുക, ഇവന്റും അതിന്റെ റീസണും ഉണ്ടാവും. രണ്ടാമത്, ഡോക്ടർ നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്, കറക്റ്റ് അല്ലാണ്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത 0.4 ആണ്. ദെൻ അങ്ങനെ നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്താൽ തട്ടിപ്പോകാനുള്ള സാധ്യത 0.7 ആണ്. 0.7 ആണ്. അപ്പോ ഇതാണ് ഇവിടെ ഇവന്റ്, ഇതാണ് അതിന്റെ റീസൺ. ഇവന്റും റീസണും തെരഞ്ഞെടുക്കുക, എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഒരാളെ സെലക്ട് ചെയ്തു, അയാൾ തട്ടിപ്പോയിക്കണു, അയാള് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്. കറക്റ്റ് അല്ലാണ്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? അപ്പോ നേരത്തെ മുകളിൽ നമ്മൾ എഴുതിയെടുത്ത സാധനം ഉണ്ടല്ലോ, നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് 0.4 അതിന്റെ റീസൺ 0.7 അതിനെടുത്ത് മുകളിൽ എഴുതുക. 0.4 ഇൻറ്റു 0.7 മുകളിൽ എഴുതുക. താഴെ എന്ത് ചെയ്യണം? അത് ഓൾറെഡി എഴുതണം. അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഇവന്റും കോസ് ഉണ്ടല്ലോ, ഇവന്റും കാരണം ഉണ്ടല്ലോ, അതും വീണ്ടും എഴുതണം. അപ്പൊ താഴെ മുഴുവൻ എഴുതും. നിങ്ങൾ ഇത്ര ചെറിയൊരു ലോജിക്ക്, താഴെ മുഴുവൻ എഴുതണം. മുകളിൽ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് എഴുതണം. താഴെ മുഴുവൻ എഴുതണം. മുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണോ അതാണ് എഴുതേണ്ടത്. ഇനി ഞാൻ ചോദിക്കാണ്, ഈ ചോദ്യം ഞാൻ ഒന്ന് മാറ്റി പറയാണ് കേട്ടോ. ഇവിടെ ചോദിക്കാണ്, നമ്മളൊരു പേഷ്യന്റിനെ സെലക്ട് ചെയ്തു, അയാള് നോട്ട് വെട്ടാണ് കേട്ടോ. കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള, ആ ഡോക്ടർ കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്തെഴുതും? മുകളിൽ എന്തെഴുതും? കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ചോദിച്ചതെങ്കിൽ മുകളിൽ എന്തെഴുതും? യെസ്, വെരി ഗുഡ്. 0.6 ഇൻറ്റു 0.4 മുകളിൽ എഴുതും. താഴെ എന്ത് എഴുതും? താഴെ പറഞ്ഞ ഇതന്നെ അല്ലെ, താഴത്തെ മാറ്റമല്ല, കംപ്ലീറ്റ് എല്ലാതും എഴുതും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇത് നോക്കിയേ, പണ്ട് എസ്സേക്ക് ചോദിച്ചതാ കേട്ടോ. പണ്ട് എസ്സേക്ക് ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഒരു 2-3-4
2-3 വർഷമായിട്ട് ഇത് കാണുന്നില്ല. ഞാനൊരു 10 വർഷത്തോളമായിട്ട് ഈ സബ്ജക്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഒരു റീസെന്റ് ആയിട്ട് ഇത് കാണാറില്ല. തിയറി ആയിട്ട് വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രോബിലിറ്റി എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് ബയസ് തിയറി എന്നോ അങ്ങനെ തിയറി ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും ഒരു പ്രോബ്ലം കൂടി ഇതിലൊന്ന് ചെയ്ത് നോക്കാം. നോക്കാം ക്വസ്റ്റ്യൻ നോക്കിട്ടോ. ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ ടേക്കിംഗ് പോളിയോ വാക്സിൻ, ഒരാള് പോളിയോ വാക്സിൻ എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.4 ആണ്. പിന്നെ അവിടെ എഴുതാട്ടോ, ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മളങ്ങനെ അതിന്റെ റീസണും കോസും എഴുതണം. അപ്പൊ പോളിയോ വാക്സിൻ എടുക്കാനുള്ള, ഞാൻ ടിക്ക് കൊടുക്കണം കേട്ടോ, എടുക്കാനുള്ള സാധ്യത 0.4 ആണ്. 0.4 ആണ്. ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ടേക്കിംഗ് പോളിയോ വാക്സിൻ 0.6. അപ്പൊ പോളിയോ വാക്സിൻ എടുക്കാതിരിക്കാനുള്ള, ഞാൻ ഇൻറ്റു കൊടുക്കാണ്, സാധ്യത 0.6 ആണ്. അപ്പൊ പോളിയോ വാക്സിൻ എടുക്കാനുള്ള സാധ്യത 0.4ഉം എടുക്കാതിരിക്കാനുള്ള സാധ്യത 0.6ഉം ആണ്. ദെൻ ദ പ്രോബിലിറ്റി ദാറ്റ് പേഴ്സൺ ടേക്കിംഗ് പോളിയോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഡിസീസ് ഇസ് 0.2. വാക്സിൻ എടുത്താലും അയാൾക്ക് രോഗം വരാനുള്ള സാധ്യത, അതാണ് ഇവിടെ കോസ് എന്ന് കാരണം എന്ന് പറയുന്നത്. പോളിയോ വാക്സിൻ എടുക്കാനുള്ള സാധ്യത 0.4, എടുത്താലും രോഗം വരാനുള്ള സാധ്യത 0.2 ആണ്. 0.2 ആണ്. എഴുതാൻ പറ്റണില്ല. 0.2 ആണ് കേട്ടോ. ഇനി അടുത്തത്, ദ പേഴ്സൺ നോട്ട് ടേക്കിംഗ് പോളിയോ, അങ്ങനെ പോളിയോ വാക്സിൻ എടുത്തില്ല ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ഡിസീസ്, അങ്ങനെ എടുക്കാത്തതുകൊണ്ട് അയാൾക്ക് രോഗം വരാനുള്ള സാധ്യത 0.8. 0.8 അത് എഴുതി, 0.8 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഇവന്റും അതിന്റെ കോസും കിട്ടിട്ടോ. ഒന്ന് 0.4ഉം 0.2 ആണ്, ഒന്ന് 0.6ഉം ഒന്ന് 0.8ഉം ആണ്. ഇനി നോക്കാണ്, എ പേഴ്സൺ ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം, ഒരു വ്യക്തിയെ നമ്മൾ എടുത്തു, ആൻഡ് ഫൗണ്ട് ടു ബി അഫക്റ്റഡ് പോളിയോ, അങ്ങനെ അയാൾക്ക് പോളിയോ വന്നു. സെലക്ടഡ് റാൻഡം ആൻഡ് ഫൗണ്ട് ടു ബി അഫക്റ്റഡ് പോളിയോ, അയാൾക്ക് പോളിയോ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് പേഴ്സൺ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് പറയുന്ന പോയിന്റ്, നോട്ട് ടേക്കിംഗ് പോളിയോ, അയാൾ പോളിയോ വാക്സിൻ എടുക്കാതിരിക്കാനുള്ള സാധ്യത എത്ര? എടുക്കാതിരിക്കാനുള്ള സാധ്യത എത്ര? ഇനി നിങ്ങൾ പറഞ്ഞാണി, എന്താണ് നമ്മൾ മുകളിൽ എഴുതുക, എന്താണ് താഴെ എഴുതുക? മുകളിൽ എഴുതേണ്ടെന്ന് പറഞ്ഞാണി. 0.6 into 0.8. യെസ്, വെരി ഗുഡ്. പോയിന്റ് അല്ലെ, എന്താണോ ചോദിച്ചത്, നോട്ട് ടേക്കിംഗ് എന്നാ ചോദിച്ചത്. അപ്പോ അതിന്റെ സാധ്യത 0.6 ഇൻറ്റു അതിന്റെ റീസൺ 0.8. 0.6 into 0.8 ഡിവൈഡഡ് ബൈ, താഴെ എന്ത് എഴുതും? 0.6 into 0.8 plus അത് ഓൾറെഡി എഴുതും. വെരി ഗുഡ്. 0.6 into 0.8 അത് ഓൾറെഡി എഴുതും, പ്ലസ് അടുത്തതും 0.4 into 0.2. യെസ്, ഓക്കെ. ഉണ്ടോ? മുകളിൽ 0.6 into 0.8 എഴുതി, താഴെ അത് ഓൾറെഡി എഴുതും 0.6 into 0.8, അതോടൊപ്പം തന്നെ അടുത്ത ഇവന്റും കോഴ്സും 0.4 into 0.2 അത് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫൈനൽ ആൻസർ 0.85 കിട്ടും. ഈ രൂപത്തിലാണ് ബയസ് തിയറം അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാറുള്ളത്. ഇത് ഒരു വട്ടം യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേക്ക് ചോദിച്ചത് കേട്ടോ, 15 മാർക്കിന്. മുമ്പത്തെ സിസ്റ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 മാർക്കിനാണ് എസ്സേ ചോദിക്കാറുള്ളത്. ഇത് ഞാനൊന്ന് ഓടിച്ച് പറയാണ്, ഈ ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് മിക്ക കുട്ടികളും എന്ത് ചെയ്യും, എഴുതാതെ വിടുന്നതാണ്. പക്ഷെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്രേ ഉള്ളൂ. ഇതിന് ആ ചെറിയൊരു ലോജിക്ക്, ചോദിച്ചത് മുകളിൽ എഴുതാം, ബാക്കിയുള്ള കംപ്ലീറ്റ് താഴെ എഴുതാം. ഈ ഒരൊറ്റ ലോജിക്ക് കിട്ടിയാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നോക്കട്ടെ, ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചത് തന്നെയാണ് കേട്ടോ. 3 മെഷീൻസ് ABC, 3 മെഷീൻസിന്റെ ABC, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60%, 30%, 10%. ആ ശതമാനത്തെ പോയിന്റ് ഫിഗറിലേക്ക് മാറ്റുക, അതാണ് ഒന്നും കൂടെ നല്ലത്. 60% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.6, 0.3 ആണ്. 10% എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഫേം. അപ്പൊ ഒരു ഫേമില് 3 മെഷീൻസ് ഉണ്ട്. അതിൽ എ മെഷീൻ 60% പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബി മെഷീന് 30% പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സി മെഷീന് 10% പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പറയാണ്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് എ പ്രൊഡ്യൂസസ് 2% ഡിഫക്റ്റീവ്. കണ്ട, അപ്പൊ ഞാനിത് മാറ്റി എഴുതാൻ പോവാണേ. 60% എന്ന് പറഞ്ഞാൽ 0.6 എന്ന് എഴുതി ഞാൻ. 0.6 ആണ് മെഷീൻ എ കേട്ടോ, എ. ആ 0.6 എത്ര? ഇനി അതിന്റെ റീസൺ പറയാണ്, 2% ഡിഫക്റ്റീവ് ആവും. 2% നമ്മൾ പോയിന്റ് ഫിഗറിലേക്ക് മാറ്റുമ്പോ 0.02 എന്ന് വരും അല്ലെ, 0.02 എന്ന് വരും. അപ്പൊ 0.6 കിട്ടി, 0.02 കിട്ടി. ഇനി അടുത്ത പറയാണ്, അടുത്ത മെഷീന് 30% അല്ല, അപ്പൊ 0.3 എന്ന് വരും. 0.3 എന്ന് വരും.
അടുത്ത മെഷീന് 10% അപ്പൊ 0.1 എന്ന് വരും. 0.1 എന്ന് വരും. ഇനി പറയാണ് ബി പ്രൊഡ്യൂസസ് 3% ഡിഫക്റ്റീവ്. അപ്പൊ ബി എന്ന മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതില് 3% ഡിഫക്റ്റീവ് ആണ്. 3% എങ്ങനെ പോയിന്റ് ആക്കി മാറ്റുക? എത്ര വരും? സംശയമുള്ളവർ എന്ത് ചെയ്യാ അറിയാം? 3/100 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 3/100 എന്നുള്ളത് ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും. ഒന്ന് പറഞ്ഞാണേ. 0.03 എന്ന് വരും. ഇനി 10%. 10% മൂന്നാമത്തെ മെഷീന്. അപ്പോ അതിൽ എത്ര ഡിഫക്റ്റീവ് വരുന്നത്? സി പ്രൊഡ്യൂസസ് 4% ഡിഫക്റ്റീവ്. അപ്പൊ സി എന്നുള്ളതിൽ 4% ഡിഫക്റ്റീവ് എഴുതും. 0.04 അല്ലെ? 4% ആകുമ്പോൾ 0.04 എന്ന് എഴുതി. ഓക്കെ, സമ്മതിച്ചു. ഇനി പറയാണ് an item chosen randomly from the total production. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അത് ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഹാസ് കം ഫ്രം മെഷീൻ എ? മെഷീൻ എയിൽ നിന്ന് വരാനുള്ള സാധ്യത പെട്ടെന്ന് പറഞ്ഞാൽ മുകളിൽ എന്ത് എഴുതും? മെഷീൻ എയിൽ നിന്ന് വരാനുള്ള സാധ്യതയാണ്. പറയും. 0.2 Yes. into 6 into 0.02 ഉണ്ട്. 02 ഡിവൈഡഡ് ബൈ താഴെ എന്ത് എഴുതും? മേലെ എഴുതിയത് താഴെ എഴുതിയിട്ട് അതെ 3 എഴുതും. അതായത് 0.6 into 0.02 പ്ലസ് 0.3 into 0.03 പ്ലസ് 0.1 into 0.04 3 എഴുതും. ഓക്കെ, അത് ഒറ്റവട്ടം ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ ആ സെയിം വാല്യൂ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഇനി നോക്കിയേ, മെഷീൻ ബിയിൽ നിന്നാവാനുള്ള സാധ്യത എത്ര? അപ്പൊ മുകളിൽ മെഷീൻ ബി ചോദിക്കുമ്പോൾ മുകളിൽ എന്താ എഴുതുക? പറഞ്ഞോളൂ. 0.3 into 0.03. യെസ്, വെരി ഗുഡ്. അടുത്ത മെഷീൻ സി ആട്ടോ. നോക്കിയേ, ഇതിന്റെ ആൻസർ ചെയ്തോ നോക്കിയേ. കണ്ടോ, എയില് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 0.6 into 0.02 അല്ലെ? എയില് 0.6 into 0.02 ചെയ്തു. താഴെ അത് കണ്ട 3 എഴുതി. താഴെ 3 എഴുതി വർക്ക്ഔട്ട് ചെയ്തു. ഫൈനൽ ആൻസർ 0.48 കിട്ടി. ഇനി മെഷീൻ ബി ആവാനുള്ള സാധ്യത. അപ്പൊ ബിന്റെ പ്രോബിലിറ്റി എഴുതി 0.3 into 0.03. താഴെ കണ്ട 3 എഴുതി. 3 വാല്യൂസ് എഴുതി. സി ആവാനുള്ള സാധ്യത 0.1 into 0.04. താഴെ 3 വാല്യൂസ് എഴുതി. എന്നിട്ട് ആൻസർ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് 15 മാർക്കിനൊക്കെ ആ സമയത്ത് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിപ്പോ റീസെന്റ് ആയിട്ട് ചോദിക്കാറില്ല, പ്രോബ്ലം ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ. ക്ലിയർ അല്ലേ? ഈ ഒരു ഭാഗം ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, റെഡി. ഇതിലിതാ വേറെ 1-2 പ്രോബ്ലം കൂടെ ഇതിലുണ്ട്. അതിന്റെ ആൻസറും ഇതിലുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങള് ഞാൻ നോട്ട് അയച്ചുതരാം. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും 1-2 വർക്ക്ഔട്ട് ചെയ്ത് വെച്ചാൽ അഥവാ ഈ വർഷം ചോദിക്കുന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ചോദിക്കാറില്ല. ഈ വർഷം ചോദിക്കുമോ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റൂല. അപ്പൊ നമ്മളൊന്ന് തയ്യാറായി വെക്കുക. ഇനി രസം കാണണോ? ബയസ് തിയറി നമ്മൾ പറഞ്ഞു, റീസൺസ് കുറെ ഉണ്ട്. യഥാർത്ഥ റീസണിനെ കുറിച്ച് പഠിക്കുന്നതാണ് ബയസ് തിയറി എന്ന് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ ഇതാണ് കേട്ടോ. ഇക്വേഷൻ ഞാൻ ആദ്യം തന്നെ തരാത്തത് അത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും വലിയൊരു ഇക്വേഷൻ ആണ് അതിനുള്ളത്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ ഒന്നും എഴുതണ്ട, പക്ഷെ തിയറി ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എഴുതിയാൽ നല്ലത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളി, അല്ലെങ്കിൽ ഇപ്പൊ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബയസ് തിയറത്തിന്റെ ഇക്വേഷൻ ഇതാണെന്ന് ചുമ്മാ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എഴുതി വെച്ചോളി. തിയറി ആയിട്ടോ പ്രോബ്ലം ആയിട്ടോ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. പ്രോബ്ലം ആയിട്ടും വരാം. അതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് തിയറി ആയിട്ടാണ് കേട്ടോ. തിയറംസ് ഓഫ് പ്രോബബിലിറ്റി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അഡീഷൻ തിയറും 1, 2 മൾട്ടിപ്ലിക്കേഷൻ തിയറും. ഈ 2 തിയറംസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ തന്നെ നോട്ടിൽ അത് എഴുതി വെക്കുക കേട്ടോ. അതിൽ ഒന്നാമത്തത് അഡീഷൻ തിയറം, രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് അത് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഓക്കെ, എന്റെ വോയിസ് സ്ക്രീന് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ആദ്യമായിട്ട് അഡീഷൻ തിയറം പറയാണ്.
നിങ്ങൾ ഇങ്ങനെ എന്റെ ഒപ്പം എഴുതി പോയാൽ ഒന്നും കൂടെ ബെറ്റർ ആവും കേട്ടോ. അഡീഷൻ തിയറം. ഈ അഡീഷൻ തിയറം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഇൻഡിപെൻഡന്റ് നമുക്കറിയാം, ഒന്ന് മറ്റൊന്നുമായിട്ട് ആശ്രയിക്കാതിരിക്കുന്നത്. ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ്, ആശ്രയിക്കാതിരിക്കുന്നത്. നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടെ, ഒന്ന് വിശദീകരിച്ചാൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്കാം. അഡീഷൻ തിയറം പറയാണ്. ദ അഡീഷൻ തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു ഇവന്റ്സ് എ ആൻഡ് ബി, രണ്ട് ഇവന്റുകൾ എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അഥവാ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ദ ഇവന്റ് then the probability of A or B to happen is sum of their probabilities. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇവിടെ നോക്കിയേ, ഈ താഴെ കൊടുത്ത എക്സാമ്പിൾ നോക്കാം കേട്ടോ. എ എന്ന് പറയുന്നത് ഒരു ഇവന്റ്, ബി എന്ന് പറയുന്നത് മറ്റൊരു ഇവന്റ്. അപ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് എയും ബിയും കൂടെ കൂട്ടിയതാണ്. ഒന്നും കൂടെ പറയാണ്, എ എന്ന് പറയുന്നത് ഒരു ഇവന്റ്, ബി എന്ന് പറയുന്നത് മറ്റൊരു ഇവന്റ്. അപ്പൊ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എയും ബിയും കൂടെ കൂട്ടിയതാണ്. അത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാവും. അപ്പൊ അത് നമ്മൾ എഴുതുന്നത് ഈ രൂപത്തിലാണ്. ഈ രണ്ടാമത്തേതാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, എ യൂണിയൻ ബി അഥവാ എയും ബിയും കൂടെ കൂട്ടിയതാണ്. ഇനി അതിനെ നമ്മൾ ചിത്രമായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ചതുരം, അതിൽ എ വേറെ ബി വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. രണ്ടും കൂടെ കൂട്ടിയതാണ് എന്നുള്ള അർത്ഥം. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഞാൻ ഒരു പ്രോബ്ലം പറയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാവും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ തിയറി ഒന്നും കൂടെ വിശദീകരിക്കാം. നോക്കാം, ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് വരികയാണ്. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡ്രോയിങ് ആൻഡ് കിങ് കാർഡ്. ഇത് കിങ്ങും കാർഡൊക്കെ അറിയണം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉള്ളവര് കഴിഞ്ഞ ക്ലാസ് കേട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നോക്കണം. ഓർ ക്യൂൻ കാർഡ് ഫ്രം എ നോർമൽ ഡെക്ക് ഓഫ് കാർഡ്. ഒരു നോർമൽ ഡെക്ക് ഓഫ് കാർഡിൽ ഒരു കിങ് കാർഡും ഒരു ക്യൂൻ കാർഡും വരാനുള്ള സാധ്യത ഞാൻ ചോദിക്കട്ടെ. ഒരു കിങ് കാർഡ് വരാനുള്ള സാധ്യത എത്ര എന്ന് പറഞ്ഞാണ്? ഒരു കിങ് ആട്ടോ, പറയും. ആ നല്ല ക്ലാസ് ആയിട്ടവരൊക്കെ എവിടെ? ആ പറയും. 4/52 അല്ലെ? ഇതാണ് കിങ് വരാനുള്ള സാധ്യത. ഞാൻ ചോദിക്കട്ടെ, ക്യൂന് വരാനുള്ള സാധ്യത, ക്യൂന് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണേ സെയിം 4/52. അപ്പൊ കിങ് വരാനുള്ള സാധ്യത 4/52, ക്യൂന് വരാനുള്ള സാധ്യത 4/52. ചോദിച്ചിരിക്കുന്നത് കിങ് ഓർ ക്യൂൻ. ഓർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഓർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കിങ് ഓർ ക്യൂൻ അത് പറഞ്ഞാണ്. കിങ്ങോ അല്ലെങ്കിൽ ക്യൂനോ വരാനുള്ള സാധ്യത എങ്ങനെ കിട്ടുക ഒന്ന് പറയും. 8/52. യെസ്, 8/52. അങ്ങക്ക് എവിടുന്ന കിട്ടിയേ? 4/52 പ്ലസ് 4/52. ആൻസർ 8/52. അപ്പൊ ഇതിലേ കിങ്ങിനെ നമ്മൾ പ്രോബബിലിറ്റി എ എന്ന് വിളിക്കാണ്, ക്യൂനിനെ നമ്മൾ പ്രോബബിലിറ്റി ബി എന്ന് വിളിക്കാണ്. അപ്പോ ഒരു രണ്ട് ഇവന്റ്, പ്രോബബിലിറ്റി എയും പ്രോബബിലിറ്റി ബിയും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എങ്ങനെ നമുക്ക് കിട്ടി? പ്രോബബിലിറ്റി അല്ലെ എ കൂട്ടണം പ്രോബബിലിറ്റി ബി. അതിന് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയും. ഞാൻ ഒന്നും കൂടെ മടങ്ങി പോവാണ്. രണ്ട് ഇവന്റുകള്, ഒരു ഇവന്റിന്റെ പേര് എ എന്നും ഒരു ഇവന്റിന്റെ പേര് ബിയും. അത് രണ്ടിന്റെയും കൂടെ ടോട്ടൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ടും കൂടെ ആഡ് ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇപ്പൊ ക്ലിയർ ആണോ? അഡീഷൻ തിയറത്തില് ഇൻഡിപെൻഡന്റ് ഇവന്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതില് ഈ ഇക്വേഷന് എഴുതി വെക്കണം. ഇത് എന്താന്നുള്ളത് ഈ ഒരു സാധനം ഓർത്തു വെക്കണം. പ്രോബ്ലം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അഡീഷൻ തിയറത്ത് എന്നുള്ളതൊന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് എഴുതാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അഡീഷൻ തിയറം ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. മീൻസ് ഈ ഓർ എന്നുള്ള സാധനം പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം ഞാൻ പറഞ്ഞുതരാം അടുത്ത പാർട്ട്. ഇത് നിങ്ങൾ പറയണേ, ഇതിന് ആൻസർ പറയണേ. ദ പ്രോബബിലിറ്റി ദാറ്റ് മാനു വിൽ ഗെറ്റ് എ പ്യൂൺ ജോബ് ഈസ് 1/6. മാനുവിന് പ്യൂൺ ജോബ് കിട്ടാനുള്ള സാധ്യത 1/6 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി വാട്ട് ഹി വിൽ ഗെറ്റ് ഗാർഡൻസ് പോസ്റ്റ്, നമ്മൾ പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുണ്ടല്ലോ, ഗാർഡൻസ്, ആ ജോലി കിട്ടാനുള്ള സാധ്യത 1/5 ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ഗെറ്റ് എയ്തർ
പ്യൂൺ പോസ്റ്റ് ഓർ ഗാർഡൻസ് പോസ്റ്റ്. ഈ ഓർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നുകൂടെ പറയുകയാണെ, മാനുവിന് പ്യൂൺ ജോബ് കിട്ടാനുള്ള സാധ്യത 1/6, മാനുവിന് ഗാർഡനർ പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത 1/5. അങ്ങനെയാണെങ്കിൽ പ്യൂൺ പോസ്റ്റോ അല്ലെങ്കിൽ ഗാർഡൻ പോസ്റ്റോ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? രണ്ടും കൂടെ കിട്ടൂല കേട്ടോ, ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മളെങ്ങനെ കണ്ടു? 1/6 പ്ലസ് 1/5. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ അല്ലെ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഫൈനൽ ആൻസർ 11/13 ആണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് അഡീഷൻ തിയറത്തിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രൂപം. ഇനി അടുത്ത ഭാഗമാണ് ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ഇതാദ്യം തിയറി എന്ന് പറയാണ്. ഇഫ് ദ ഇവന്റ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഡിപ്പെൻഡന്റ് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, then the probability of A or B happen, അങ്ങനെ ഉള്ള അവസരത്തില് ഡിപ്പെൻഡന്റ് ഇവന്റുകളാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും മനസ്സിലാക്കാൻ, കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ടു ഹാപ്പൻ ഇസ് ദ സം ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് മൈനസ് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ടു ഹാപ്പൻ. മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് അതിന്റെ ഇക്വേഷൻ, അത് നോക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെഷൻ ബി. ഇത് ഇന്റർസെഷൻ എന്നാട്ടോ, ആ ഒരു യുവിനെ തല തിരിച്ച് എഴുതിയത് ഇന്റർസെഷൻ ബി. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെഷൻ ബി. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ പ്രോബ്ലം. ദർ ആർ 10 കാർഡ്. നമ്മളെ കയ്യിൽ ഒരു 10 കാർഡ് ഉണ്ട് കേട്ടോ, 10 കാർഡ് ഉണ്ട്. നോക്കി എന്റെ അടുത്ത് 10 കാർഡ്. ഈ കാർഡിൽ നമ്പർ 1 എഴുതി, അടുത്തൊരു കാർഡിൽ നമ്പർ 2 എഴുതി, അടുത്ത കാർഡിൽ നമ്പർ 3 എഴുതി, അടുത്ത കാർഡിൽ നമ്പർ 4 എഴുതി, അങ്ങനെ എഴുതി അവസാനം അടുത്ത് 10 എന്ന് എഴുതിയ 10 കാർഡുകൾ ഉണ്ട് കേട്ടോ. 10 കാർഡുകൾ ഉണ്ട്. അതാണ് ദർ ആർ 10 കാർഡ്സ് നമ്പേർഡ് 1 to 10. 1 മുതൽ 10 വരെ നമ്പർ എഴുതിയിട്ടുള്ള 10 കാർഡുകൾ എന്റെ കയ്യിലുണ്ട്. 1 കാർഡ് ഈസ് ഡ്രോൺ. അതിന് ഒരു കാർഡ് വീണു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഹാസ് ആൻ ഈവൻ നമ്പർ? പോരാ ഓൺ ഇറ്റ് ഓർ ഹാസ് എ നമ്പർ ലെസ് ദാൻ 5. ഇതൊരു നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത. എൻ്റെ അടുത്ത് 1 മുതൽ 10 വരെ എഴുതിയ കാർഡുകൾ ഉണ്ടായിരുന്നു. അതിന് ഒരു കാർഡ് വീണു, ഒരു കാർഡ് താഴേക്ക് ചാടി. ആ കാർഡ് ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത. ഈവൻ നമ്പർ പറഞ്ഞാൽ ഇരട്ടസംഖ്യ ആവാനുള്ള സാധ്യത 5/10 ആണോ? നമുക്കറിയാം. യെസ്, അതെ. 2 4 2 4 6 8 10. അപ്പൊ 5/10 ആണ് ആൻസർ. 5/10 ആണ് ആൻസർ. ഈവൻ നമ്പർ ആണ്. പക്ഷെ ഇതിൽ ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്, ഓൺ ഇറ്റ് ഓർ ഹാസ് എ നമ്പർ ലെസ് ദാൻ 5. അതായത് 5/10 നമ്മൾ ഈവൻ നമ്പർ ആണെങ്കിൽ പോരാ, അതിനൊപ്പം ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്, അത് 5ൽ താഴെ, അങ്ങനെയും കൂടെ ചോദിച്ചിട്ടുണ്ട്. 5ൽ താഴെ ആവാനുള്ള സാധ്യത എത്ര? അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ അല്ലെ? അപ്പോ നോക്കാം, 5ൽ താഴെ അറിയുമ്പോ 5 അല്ല, അത് ഈവൻ നമ്പർ കേട്ടോ. അല്ല, നോക്കി അത് ഈവൻ നമ്പർ അല്ല. നമുക്ക് നോക്കാം, ഇറ്റ് ഹാസ് എ നമ്പർ ലെസ് ദാൻ 5 എന്നാണ്. അപ്പോ 5 4 3 2 1. അതായത് ഇത് ഒരു ഈവൻ നമ്പർ ഒരു പാർട്ട് അത് വിട്ട്, അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി 5/10 ആണ്. വീണ്ടും ചോദിക്കാണ്, ഇറ്റ് ഹാസ് എ നമ്പർ ലെസ് ദാൻ 5. 5ൽ താഴെ വരാനുള്ള സാധ്യത. 5ൽ താഴെ വരാ അറിയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, 5 4 3 2 1 അല്ലെ? അതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോ ഈ കേസിൽ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാ താഴെ ഞാൻ മെല്ലെ കളർ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രോബിലിറ്റി ഓഫ് എ അത് നിങ്ങൾ പറഞ്ഞു 5/10 ആണ് എന്നുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ബി 5/10. പ്രോബബിലിറ്റി ഓഫ് ബി അതായത് 5ൽ താഴെ വരാനുള്ള സാധ്യത, അതും 5/10 അല്ലേ?
അല്ലേ? 5, Yes. 4, 3, 2, 1. അപ്പോ പ്രോബിലിറ്റി 5/10 ആണ്. പ്രോബിലിറ്റി ബി എന്ന് പറയുന്നതും 5/10 ആണ്. അതായത് 5ൽ താഴെ വരാനുള്ള സാധ്യത 5/10 ആണ്. പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യത്തേതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളുണ്ടല്ലോ, അതേതാ? ആർക്കെങ്കിലും പറയാൻ പറ്റും? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്? 4 2. യെസ്, വെരി ഗുഡ്. 4ഉം 2ഉം. ആ വാല്യൂ അതിൽ നിന്ന് ലെസ് ചെയ്യുന്നതാണ്. അങ്ങനെ പരിപാടി. അതായത് പ്രോബിലിറ്റി ഓഫ് എ 5/10 നമ്മൾ എഴുതി. പ്രോബിലിറ്റി ഓഫ് ബി, സോറി, 5ൽ താഴെ എന്നല്ലേ പറഞ്ഞത്? ലെസ് ദാൻ 5 അല്ലേ പറഞ്ഞത്? അപ്പൊ 5 പെടൂലല്ലോ. സോറി, എന്റെ അടുത്ത് പലതാ. ഓക്കെ, സോറി. 4/10 ആണ്. സോറി കേട്ടോ, 4/10 ആണ്. കാരണം 5ൽ താഴെ എന്നാ പറഞ്ഞത്, അപ്പൊ 5 പെടൂല. ഓക്കെ, റെഡി. അപ്പോ പ്രോബിലിറ്റി എ എന്ന് പറയുന്നത് 5/10, പ്രോബിലിറ്റി ബി എന്ന് പറയുന്നത് 4/10 ആണ്. 4/10 ആണ്. ടോട്ടൽ എത്രയാണ്? 5/10 4/10 കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് പറഞ്ഞാണേ? 5/10 4/10 കൂട്ടിയാല് 9/10 അല്ലേ? യെസ്. 5/10. അതിന്റെ ഭിന്നസംഖ്യകൾ താഴെ 2ഉം 10 ആണ്. അപ്പൊ നേരെ മുകളിൽ മാത്രം കൂട്ടിയാൽ മതി. 9/10 9/10 ആണ് കേട്ടോ. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയോ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണത്? അഥവാ ഈവൻ നമ്പർ എന്ന് പറയുന്നതിലും അതുപോലെ 5ൽ താഴെ എന്ന് പറയുന്നതിലും കോമൺ ആയിട്ട് വരുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? 4 2. യെസ്, 4ഉം 2. ഈ 4ഉം 2ഉം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണ് 2 നമ്പേഴ്സിൽ. അപ്പൊ എത്ര വരും? 2/10. യെസ്, 2/10. അപ്പൊ 9/10 2/10 കുറച്ചാണ്. അപ്പൊ എത്ര ആൻസർ കിട്ടും? 7/10. 7/10. കണ്ടോ ഇവിടെ ആൻസർ കണ്ടോ? 7/10. അതായത് ഇതിന്റെ തിയറി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തിയറി പറയണത് എന്താണെന്ന് അറിയോ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം ഓർത്ത് നോക്കിയേ, രണ്ടിലും കോമൺ ആയിട്ട്, അതാണ് ഡിപ്പെൻഡന്റ് അറിയുന്നത് കേട്ടോ. ഒന്ന് മറ്റേതുമായിട്ട് ആശ്രയിച്ച് കിടക്കാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്താ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ് അല്ല, ഒന്നിന്റെ ഉള്ളിൽ മറ്റേതും വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി എയും കൂട്ടണം, പ്രോബിലിറ്റി ബിയും കൂട്ടണം. എന്നിട്ട് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതിനെ കുറക്കണം. അതാണ് പ്രോബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ പറയാണ് പ്രോബിലിറ്റി എ, അതാണ് നമ്മൾ 5/10 കൂട്ടിയത്. പ്രോബിലിറ്റി ബി, അതാണ് 4/10 കൂട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മള് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ്, അതാണ് പ്രോബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അത് നമ്മൾ ലെസ് ചെയ്തു. ഇവിടെ പറയാണ് പ്രോബിലിറ്റി എ കൂട്ടി, പ്രോബിലിറ്റി ബി, എന്നിട്ട് അതിൽ നിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് വരുന്നതിന് പ്രോബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് കുറച്ചു. ഇനി അതിന് നമ്മളൊരു ചിത്രമായിട്ട് പറയുകയാണെങ്കിൽ താഴെ നോക്കിയേ, കണ്ടോ? നേരത്തെ പറഞ്ഞതിൽ രണ്ടും വേറെ വേറെ ആയിരുന്നു. എ ഒരു ഭാഗത്തും ബി വേറെ ഭാഗത്തായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം ഉണ്ടല്ലോ, പിന്നെ മിഡില് ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം, ഇതില് എന്റെ പാർട്ടും വരുന്നുണ്ട്, ബിന്റെ പാർട്ടും, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ തിയറി ആയിട്ട് മനസ്സിലാക്കുക, പ്രോബിലിറ്റി എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി എ പ്ലസ് പ്രോബിലിറ്റി ബി മൈനസ് പ്രോബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി. ഇത് ഏത് കേസിലാ? ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ. അപ്പൊ അഡീഷൻ തിയറത്തില് ശ്രദ്ധിച്ചോളി, അഡീഷൻ തിയറത്തില് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത് വരുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്. അത് മനസ്സിലാക്കുക, രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി. അതോടുകൂടെ പരിപാടി കഴിഞ്ഞു. എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് എ കൂട്ടണം പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതാണ് എ ആൻഡ് ബി എന്ന് പറയുന്നത് കേട്ടോ, എ ഇന്റർസെക്ഷൻ ബി. അത് അതിൽ നിന്ന് ലെസ് ചെയ്യാം. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിന്റെ തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ പ്രോബ്ലം മെയിൻ ചെയ്യേണ്ട, കാരണം തിയറിയാണ് ഇതിന് മെജോറിറ്റിയും ചോദിച്ചിട്ടുള്ളത്. ഈ പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് ഈ തിയറി ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഒരു കിങ്ങും ഒരു ക്യൂനും എന്നൊക്കെ പറഞ്ഞ പോലത്തെ സിമ്പിൾ പ്രോബ്ലം ആണ് വരാം. പക്ഷെ തിയറിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അഡീഷൻ തിയറം എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നിങ്ങൾ എഴുതണം. ഏത്? മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റ് വന്നാൽ എങ്ങനെയാണ്,
നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാൽ എങ്ങനെയാണ്? അത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇനി അടുത്ത ഭാഗം, ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഇതിനകത്ത് ഇപ്പം പ്രോബ്ലം ചെയ്യാൻ അറിയില്ലല്ലോ, മറ്റേ ഇക്വേഷൻ എഴുതി വെച്ചാലും പോരെ സാറേ? പ്രോബ്ലം ചോദിച്ചാലോ അതോ തിയറി ചോദിച്ചാലോ? അതല്ല, പ്രോബ്ലം ചോദിച്ചാലേ അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചാലും മതിയില്ലെന്ന്. അപ്പം 1-2 മാർക്കെങ്കിലും കിട്ടൂലേ? കിട്ടും. അത് ഇതില് നല്ല കേട്ടോ. നിങ്ങൾ ഏത് പ്രോബ്ലത്തിലാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയില്ലെങ്കിൽ അറിയുന്നത് വരെ എഴുതുക, തീർച്ചയായിട്ടും അതിനുള്ള മാർക്ക് കിട്ടും. ഇനിയിപ്പോ ഇതിലൊക്കെ ഇക്വേഷൻ, ഇനിയിപ്പോ ഇത് തിയറി ചോദിച്ചാൽ ഇക്വേഷൻ എന്തായാലും എഴുതണം. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണേ, ഇക്വേഷൻ എന്തായാലും എഴുതണം. തിയറി ചോദിച്ചാൽ ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പൊ അത് എഴുതി വെച്ചാൽ അതിന്റെ മാർക്ക് കിട്ടും, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി അടുത്ത തിയറും കൂടെ പറയട്ടെ, മൾട്ടിപ്ലിക്കേഷൻ തിയറം. അതോടുകൂടെ ഇതിന്റെ PDF ഗ്രൂപ്പിൽ ഇടൂലേ? ആയിക്കോട്ടെ, PDF ഗ്രൂപ്പിലായിക്കോട്ടെ. ഞാന് കഴിഞ്ഞ ദിവസം അയച്ചിരുന്ന ഞാൻ ഒന്നും കൂടെ റീസെൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത തിയറും കൂടെ പറയട്ടെ, അതോടുകൂടി മൊഡ്യൂൾ കണ്ട് പൂർത്തിയാക്കാം നമുക്ക്. മൾട്ടിപ്ലിക്കേഷൻ തിയറം റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇതിലും 2 വരുന്നുണ്ട്, അതായത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ്, അതായത് ഇൻഡിപെൻഡന്റും, പിന്നെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അഥവാ ഡിപെൻഡന്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയും ഒന്നുമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞത് പ്ലസ്, അഡീഷൻ തിയർ ആയതുകൊണ്ട് പ്ലസ് എന്ന് എഴുതി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയർ ആയതുകൊണ്ട് പ്ലസിന്റെ പകരം ഇൻറ്റു എന്ന് എഴുതും. ആ ഒരു മാറ്റേ ഉള്ളൂ. പിന്നെ അവിടെ ഓർന്നാണ് അല്ലെ, കഴിഞ്ഞ ക്വസ്റ്റിൽ ഓർ എന്നുള്ളത് ഞങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഓർ എന്നുള്ളതിന്റെ പകരം ആൻഡ് എന്നായിരിക്കും വരെ, ആൻഡ്. ആ മാറ്റേ ഉള്ളൂ. നോക്കാം, തിയറി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. Multiplication theorem state that if 2 event A and B are independent, ഫസ്റ്റ് കേസ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ probability that they will both occur, അത് രണ്ടും വരാനുള്ള സാധ്യത ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് ആണ് അത് ഇൻഡ്യൂ ചെയ്തത്, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതിന്റെ ഭാഗമാണ് പ്രൊഡക്റ്റ് ഓഫ് ദർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ്. ഇത്ര ഉള്ളൂ. എ യൂണിയൻ അഡീഷൻ തിയറത്തിൽ യൂണിയൻ എഴുതിയത് ഇവിടെ ഇന്റർസെക്ഷൻ ആട്ടോ. ഇങ്ങനെയാണ്, ഇന്റർസെക്ഷൻ എന്നാണ് വായിക്കുക. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. അവിടെ മാറ്റം ആ ഇൻറ്റു എന്നുള്ളതാട്ടോ. മറ്റേടത്ത് പ്ലസ് എന്ന് എഴുതി, ഇവിടെ ഇൻറ്റു എന്ന് എഴുതി. ആ ഒരു മാറ്റേ ഉള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇൻഡിപെൻഡന്റ് ഇവന്റുകൾ വരുമ്പോ. ഇനി അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തില് ഡിപ്പെൻഡന്റ് ഇവന്റ് അവിടെ 2 ഇക്വേഷൻ വരുന്നുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി, ബി കണ്ടെയ്ൻസ് എ, അഥവാ ബി ബാർ എ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ബാർ ബി. ഇത് രണ്ടും അതിൽ വേണം കേട്ടോ. ഇത് രണ്ടും അതില്, ഈ 2 ഇക്വേഷൻ അതില് അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് തിയറി നിങ്ങൾ പഠിച്ചു വെക്കുക, തിയറി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊന്നും പ്രോബ്ലം വരാറില്ല. വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ടാണ്, വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ തിയറം അല്ലെങ്കിൽ വാട്ട് ഈസ് അഡീഷൻ തിയറം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ചോദിക്കുക. അപ്പൊ ഇക്വേഷൻ എന്തായാലും എഴുതണം. ഇനി നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 2 events A and B dependent, the probability of second event occurring will be affected by outcome of the first event. അതായത് സെക്കൻഡ് ഇവന്റ് സംഭവിക്കുന്നത് ഫസ്റ്റ് ഇവന്റിനെ അഫക്ട് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഡിപ്പെൻഡ് ആണ്, ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ അതിന്റെ പ്രോബ്ലം ഒന്ന് വിശദീകരിച്ചു തരണോ? ഒന്ന് നോക്കിട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് പറയാം, ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടാവും. നോക്കാം. എ ബാഗ് കണ്ടെയ്ൻ, നോക്കാം, ഞാനൊരു ബാഗ്, ഇത് ഫസ്റ്റത്തെ കേസാ പറയണേ. ഏത്? ഇൻഡിപെൻഡന്റ് ഇവന്റ്, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്നുള്ളത് കേട്ടോ. ഒരു ബാഗില് 4 വൈറ്റ് ബോൾ ഉണ്ട്. കറക്റ്റ് ശ്രദ്ധിച്ചോളെ, 4 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. 4 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. 2 balls ആർ ഡ്രോൺ, 2 ബോൾ വീണു. 1 ആഫ്റ്റർ അനദർ വിത്ത് റീപ്ലേസ്മെന്റ്. ഒരു ബോൾ വീണ്, ഞാൻ അത് അയക്കന്നെ പൊറുക്കിയിട്ട് പിന്നെ വീണ്ടും അടുത്ത ബോൾ വീണ്, അങ്ങനെയാണ് 2 വീണത്. അതാണ് വിത്ത് റീപ്ലേസ്മെന്റ്. ഒരു ബോൾ വീണു, അതിനടുത്ത് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പൊറുക്കിയിട്ട് വീണ്ടും അതിന് രണ്ടാമത് വീണു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഫസ്റ്റ് ഡ്രോ ഗീവ്സ് ബ്ലാക്ക് ബോൾ? ആദ്യം വീണത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത. ഒരു ബോളെ വീണിട്ടുള്ളൂ, അങ്ങനെ നിങ്ങൾ ആലോചിക്കട്ടോ, ഒരു ബോളെ വീണിട്ടുള്ളൂ അല്ലെ.
അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത. ആൻഡ് സെക്കൻഡ് റോ ഗീവ്സ് വൈറ്റ് അല്ലെ. ഒന്ന് ബ്ലാക്ക് ആവാനുള്ള സാധ്യത, ഒന്ന് വൈറ്റ് ആവാനുള്ള സാധ്യത. ഒന്ന് പറഞ്ഞാണി, ഒന്ന് ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്ര? ഒരു ബോൾ വീണ്. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ കൊട്ടിന്ന് ഒരു ബോൾ വീണ്, അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത 5/9. 5/9 അല്ലെ. ഓക്കെ. ഇനി ആ ബോൾ നമ്മൾ റീപ്ലേസ് ചെയ്തു, അതായത് ഐക്കനെ പൊറുക്കിയിട്ട് ഇനി വീണ്ടും ഒന്ന് വീണു, അത് വൈറ്റ് ആവാനുള്ള സാധ്യത എത്ര? 4/9. യെസ്, 4/9. ഓക്കെ, 4/9. ഇനി ഇത് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് ഇതാ ഫസ്റ്റത്തെ ബോള് ബ്ലാക്ക് ആവാനുള്ള സാധ്യതയും ആൻഡ് രണ്ടാമത്തെ ബോൾ വൈറ്റ് ആവാനുള്ള സാധ്യത നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ തിയർ ആകുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പൊ 5x4 ഗുണിക്കുമ്പോ, ഭിന്നസംഖ്യ ഗുണിക്കുമ്പോ നേരിട്ട് ഗുണിക്കുക കേട്ടോ, അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 5x4 20 ബൈ 9x9 81. ആൻസർ 20/81 ആണ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയർ. അപ്പോ രണ്ട് ഇവന്റ്, ഒരു ഇവന്റ് മറ്റേ ഇവന്റുമായിട്ട് കണക്റ്റഡ് അല്ല, അതവിടെ പറഞ്ഞു അല്ലെ. ആദ്യം വീണ് സംഭവം 2 ബോൾ വീണിക്കണ്, പക്ഷെ രണ്ടാമത്തെ ബോൾ ഒന്നാമത്തെ ബോൾ വീണതിനെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം എന്താ, നമ്മളത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് തന്നെ തിരിച്ചിടുന്നുണ്ട്. അപ്പൊ 2 ഇവന്റ് ഒന്ന് മറ്റേതുമായിട്ട് കണക്റ്റഡ് അല്ല, ഡിപ്പെൻഡന്റ് അല്ല. ഇനി സപ്പോസ് നമ്മളത് റീപ്ലേസ് ചെയ്യണില്ല എന്ന് വെച്ചോളി, ഒരു ബോൾ വീണ്. ഒന്ന് ആലോചിച്ച് പറയണം കേട്ടോ. ഇതേ ചോദ്യം തന്നെ ഞാൻ ഒന്ന് മാറ്റാണ്. ഇതേ ചോദ്യമാണ്. അതായത് എന്റെ കുട്ടിയിൽ ഇതാ 4 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആട്ടോ. അതില് 2 ബോൾ വീണു. ആദ്യം ഒരു ബോൾ വീണ്, അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത അത് നിങ്ങൾ പറഞ്ഞാണ്. ആദ്യം ഒരു ബോൾ വീണ്, അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണ്? 5/9. യെസ്, കൺഫ്യൂഷൻ വേണ്ട, 5/9 ആണ്. ഞാനത് റീപ്ലേസ് ചെയ്തില്ല കേട്ടോ, റീപ്ലേസ് ചെയ്തിട്ടില്ല, അത് അവിടെ തന്നെ കിടക്കാണ്. ഇനി നിങ്ങൾ പറയും വീണ്ടും ഒരു ബോൾ വീണ്, ഈ വീണ ബോൾ ഇവിടെ തന്നെ ഉണ്ട്, വീണ്ടും അടുത്ത ബോൾ വീണു, അത് വൈറ്റ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണ് മാറ്റം വരൂ കേട്ടോ. 4/, നേരത്തെ 9 എഴുതി, പക്ഷെ ഇവിടെ എത്ര എഴുതാണ്? 8 എഴുതാണ്. 8 എഴുതുന്നുണ്ട്. കാരണം എന്താ, അത് റീപ്ലേസ് ചെയ്തില്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 9 ഉള്ളത് 8 ആയി മാറിയില്ല. അതിന്റെ കാരണം ഒരു ഇവന്റ് മറ്റേ ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്തില്ലേ? ഒന്ന് പറഞ്ഞാണേ. അല്ലേ, ചെയ്തിട്ടില്ലേ? കാരണം ആ താഴെ വീണ ബോള്. അപ്പൊ ടോട്ടൽ 9 എണ്ണം ഉള്ളത് ഇപ്പൊ എത്ര? 8 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഇവന്റ് രണ്ടാമത്തെ ഇവന്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ ഇവന്റ് രണ്ടാമത്തെ ഇവന്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ 9 എഴുതേണ്ടതിന്റെ പകരം നമ്മൾ 8 ആക്കി മാറ്റിയത്. ഇനിയൊന്നുമില്ല, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. 4×5 20/9 × 8 72. അപ്പൊ ഇവിടെ ആൻസർ എന്താവും? 20/72 ആവും. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ആ സെയിം ക്വസ്റ്റ്യൻ, അല്ല സോറി അതല്ല കേട്ടോ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയും കൊടുക്കാം. ആ റീപ്ലേസ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 20/ എത്ര നമുക്ക് കിട്ടിയേ? 72 അല്ലേ. 20/72 ആണ് വരിക. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം, അതിലുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും ഈ ക്ലാസ് ഒന്ന് കേൾക്കുക, അല്ലെങ്കിൽ ആ നോട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സാറേ ഈ ടോപ്പിക് തിയറി പഠിച്ചാ പോരെ? വാട്ട് ഈസ് അഡീഷൻ തിയറി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. 2 ചോദിച്ചാലും അതില് ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ എഴുതണം, ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ എഴുതണം കേട്ടോ. അപ്പൊ ടോട്ടലി 2 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ടാവും, 4 എഴുതണം. അതോടുകൂടെ നമ്മുടെ 3rd മൊഡ്യൂൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന മൊഡ്യൂൾ അവസാനിക്കാണ്. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് 2 മൊഡ്യൂൾസ് ആണ്, ഒന്ന് 4th ഒന്ന് 5th. അത് രണ്ടും അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ഉള്ള മൊഡ്യൂൾസ് ആണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.